ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ ആക്രമണത്തിനിരയായ യുവതി ഇതുവരെയും ആശുപത്രി വിട്ടിട്ടില്ല. ചേർത്തല തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡിൽ അടുവയിൽ 5 പുരക്കൽ 19 വയസ്സുള്ള ദളിതയായ നിലാവിനെയാണ് സമീപവാസിയായ ഷൈജു ക്രൂരമായി മർദ്ദിച്ചത്. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നിലാവ് മലയാളം TV ലൈവിനോട് സംസാരിക്കുന്നു. രാത്രിയാകുമ്പോൾ കൈക്ക് വേദന വരും, കിടക്ക് കുറച്ച് രാത്രി കിടക്കും, തണുപ്പടിക്കുമ്പോൾ വേദന കാരണം പകല് കിടന്നുറങ്ങണത്. ബോഡി പെയിൻ്റെ കാര്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പേരിൽ കേസുണ്ട്, ഇല്ലാത്ത കള്ള കേസ് ഫുള്ളിപ്പോൾ ഞങ്ങളുടെ പേരിലാക്കി വെച്ചേക്കണേ. ഇവിടുത്തെ CPMകാരെല്ലാവരും കൂടി അവരെല്ലാവരും കൂടി സ്കൂൾ തല്ലിപ്പൊളിച്ച് ഇപ്പം ഇല്ലാത്ത കേസൊന്നുമില്ല. അനിയന്മാർ കഞ്ചാവ് മാഫിയ സംഘത്തിലുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ കേസും ഞങ്ങളുടെ തലയിൽ വെച്ച്, ഇല്ലാത്ത എല്ലാ കേസും ഈ CPMകാരും എല്ലാവരും കൂടി ഞങ്ങളുടെ തലയിൽ വെച്ചേക്കണേ. പിന്നെ ഈ പ്രതി അവരെന്നിട്ട് എന്നെ 1-ാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പിൽ എൻ്റെ പേരിലും കേസ് കൊടുത്ത്. അടുത്ത ഒരു വാർഡ് 1-ാം വാർഡ്, ആ 1-ാം വാർഡിൽ നാരായണന്റെ മകൾ ദൈവത്തറ നാരായണന്റെ മകൾ ബിന്ദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനുമായി പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സമീപിച്ചപ്പോഴും പലപ്പോഴും അവര് പട്ടിക വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പരാതി സ്വീകരിക്കുവാനുള്ള മടി കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ. അനവധി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒട്ടനവധി കാര്യങ്ങളിൽ നമുക്കറിയാം. ഇതേപോലെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിന് കൂട്ടം ചേർന്നാണെങ്കിലും ഒറ്റപ്പെട്ടാണെങ്കിലും ഉപദ്രവിക്കുന്നതിൽ ജാതി മാനസികാവസ്ഥയിൽ പെരുമാറുന്ന നിരവധി ആൾക്കാരുള്ള ഒരു പ്രദേശമാണ് തൈക്കാട്ടുശ്ശേരി ഈ 15-1 വാർഡുകളിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജാതി മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഈ വിഭാഗത്തിനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് ഇത്തരം അക്രമങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത്തരം ജാതിവാദികളെ അകറ്റി നിർത്തേണ്ട പോലീസും ആ പോലീസിന്റെ മാനസികാവസ്ഥയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. അവർ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കാണുകയും കേരളമെമ്പാടും ഇപ്പൊ ഇന്ത്യ എമ്പാടും തന്നെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മൃഗീയമായ രീതിയിലാണ് വലിച്ചഴച്ച് ആ കുട്ടിയെ മർദ്ദിക്കുന്നത് നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു മനുഷ്യത്വപരമായ സമീപനമുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയേ അല്ല.